ഇൻറ്റിഗ്രേറ്റേഴ്സ് ഇൻകമിൻ്റെ നെക്സ്റ്റ് ഇൻകമാണ് നമുക്ക് വരുന്നത്. 9th ഇൻകമാണ് സർപ്രൈസ് പോയിൻറ്റ്സ്. സർപ്രൈസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് പറയുന്ന പോലെ തന്നെ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് സർപ്രൈസിംഗ്ലി ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു പോയിൻറ്റ്സ് നമുക്ക് സർപ്രൈസിംഗ്ലി കിട്ടുന്നതായിട്ടുള്ള ടാസ്ക് മന്ത്ര ഒരു സ്പെഷ്യലായിട്ടുള്ള അൽഗോരിതം പ്രകാരം നമുക്ക് തരുന്ന ഒരു പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ടെസ്റ്റ് എഴുതി കയറില്ലോ ടാസ്ക് മന്ത്രയിൽ. നമ്മൾ ആദ്യമേ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തു, എൻ്റെ വർക്കുകൾ നോക്കി, നമുക്ക് ടാസ്ക് മന്ത്രയിൽ പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെട്ടു, നമ്മൾ ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ നമുക്ക് ആ ടൈമിന് സീനിയോറിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഓരോ ടെസ്റ്റ് എഴുതുന്നതിന് ഓരോ ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾ 10 മണിക്ക് എഴുതി, ഒരാൾ 10:05 എഴുതി, അല്ലെങ്കിൽ ഒരാൾ 10:01 എഴുതിയാൽ പോലും നമുക്ക് സീനിയോറിറ്റി, അതിൻ്റെ ആയിട്ടുള്ള ടൈമിൻ്റെ സീനിയോറിറ്റി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ സീനിയോറിറ്റിക്ക് കിട്ടുന്ന ഒരു പോയിൻ്റാണ് കമ്പനി നമുക്ക് തരുന്നത്, സർപ്രൈസ് പോയിൻ്റ് എന്ന് പറഞ്ഞ് തരുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് എഴുതി കയറി കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ സർപ്രൈസ് ഐ ഡി നമുക്കിവിടെ ജനറേറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 400 രൂപയുടെ ടി വി നമ്മൾ സപ്പോർട്ട് ടി വി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യത്തില്ലേ, അന്നേരം ആഴ്ച 100 ടി വി ആകുമ്പോൾ 4 ആഴ്ച 400 ടി വി ആയി അല്ലേ. അപ്പോൾ ആ 400 ടി വി ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ സെക്കൻഡ് സർപ്രൈസ് ഐ ഡി ജനറേറ്റ് ആക്കാൻ വേണ്ടി പറ്റും. എപ്പോഴാണോ 400 ടി വിയുടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പോഴല്ല, സപ്പോർട്ട് ടി വി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അന്നേരം നമുക്ക് നമ്മുടെ സെക്കൻഡ് സർപ്രൈസ് ഐ ഡി നമ്മുടെ ജനറേറ്റ് ആയി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സീനിയോറിറ്റി ബേസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ നമുക്കിവിടെ സർപ്രൈസ് പോയിൻ്റ് കിട്ടാൻ വേണ്ടിയുള്ളൊരു 25,000 വരെ നമുക്ക് നമ്മുടെ സർപ്രൈസ് പോയിൻ്റ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഓരോന്ന് 1, 2, 3, 10, 15, 20, 50 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സർപ്രൈസ് പോയിൻ്റ് നമുക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ എവിടെ വരെ 25,000 വരെയാണ് എൻ്റെ ഫസ്റ്റ് ഐ ഡിയുടെ ലിമിറ്റ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഐ ഡി ജനറേറ്റ് ആവുന്നത് നമ്മൾ ടെസ്റ്റ് എഴുതി കയറുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഐ ഡി ജനറേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഐ ഡി ജനറേറ്റ് ആവുന്നത് നമ്മുടെ നമ്മുടെ 400 ടി വി നമ്മൾ എപ്പോഴാണോ നമ്മൾ സപ്പോർട്ട് ടി വി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എപ്പോഴാണോ നമ്മൾ സപ്പോർട്ട് ടി വി ചെയ്യുന്ന സമയത്ത് 400 ടി വി സെറ്റ് എസ് ഐ ഡി ചെയ്യുന്നത്, അന്നേരം നമുക്ക് സെക്കൻഡ് സർപ്രൈസ് ഐ ഡി ജനറേറ്റ് ആവും. അവിടെയും നമുക്ക് 25,000 വരെ നമുക്ക് പോയിക്കൊണ്ടിരിക്കും, അതിൻ്റെ പോയിൻറ്റ്സ് കയറിക്കൊണ്ടിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് 5,000 ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഐ ഡിയിൽ നമുക്ക് 25,000 വരെ കിട്ടുമെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് 2,500 വരെയാണ്. അതുപോലെ തന്നെ തേർഡ് ഐ ഡി നമുക്ക് ജനറേറ്റ് ആവുന്നത് നെക്സ്റ്റ് 400 ടി വി എപ്പോഴാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അന്നേരം നമുക്ക് തേർഡ് സർപ്രൈസ് ഐ ഡി നമുക്ക് അവിടെ ജനറേറ്റ് ആവും. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ 25,000 വരെ നമുക്ക് അതിൻ്റെ ലിമിറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് 10,000 വരെയാണ്. ഇനിയും സർപ്രൈസ് പോയിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്കും കാര്യങ്ങളും ഇൻറ്റിഗ്രേറ്ററായിട്ട് ഒരു ബന്ധവും ഇല്ല. അതായത് നമ്മൾ വർക്ക് ചെയ്തോ ഇല്ലയോ, ഇൻറ്റിഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്തോ ഇല്ലയോ ഒന്നും കമ്പനി നോക്കുന്നില്ല. ഇത് ജസ്റ്റ് നമുക്ക് സർപ്രൈസിംഗ്ലി ഒരു ടെസ്റ്റ് എഴുതി കയറി ആയിട്ടുള്ളൊരു കമ്പനി സർപ്രൈസിംഗ്ലി തരുന്ന ഒരു പോയിൻ്റാണ്. പക്ഷേങ്കിൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് ക്വിസ് മാനിയ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ആ ക്വിസ് മാനിയ ഒരു മാസത്തിൽ 10 എണ്ണമെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം, എന്നാലേ നമുക്ക് സർപ്രൈസ് പോയിൻ്റ് നമുക്ക് കിട്ടുള്ളൂ. അതായത് നമ്മൾ ആൻസർ റോങ് ആണോ റൈറ്റ് ആണോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. 10 ദിവസമെങ്കിലും, നമുക്ക് 30 ദിവസം ഉണ്ടല്ലോ, അതിൽ 10 ദിവസമെങ്കിലും മാസത്തിൽ നമ്മൾ ക്വിസ് മാനിയ എന്നുള്ളത് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതായത് ചുമ്മാ അത് കമ്പനി തരത്തില്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ചെയ്ത് ടാസ്ക് മന്ത്രായിട്ട് സൈറ്റിൽ നിന്ന് കയറിപ്പോയെങ്കിലും ചെയ്യണം. അപ്പോൾ അത്രയും നമുക്ക് ചെയ്താൽ നമുക്ക് ക്വിസ് മാനിയ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 30 ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ അത് 3 മാസത്തേക്കിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് മന്ത്, അതിൻ്റെയും നെക്സ്റ്റ് മന്ത് നമുക്ക് ക്വിസ് മാനിയ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല, സൈറ്റ് ഓപ്പൺ ആക്കാൻ സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ 30 ദിവസത്തെ ഒന്നിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തേക്കിന് നമ്മൾ സേഫായിട്ട് നമ്മൾക്ക് സർപ്രൈസ് പോയിൻ്റ് കിട്ടാനുള്ള എലിജിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചു. അപ്പോൾ അങ്ങനെ നമുക്കിത് മാറ്റി വെക്കാവുന്നതും ആണ്. ഇത് ഇപ്പോൾ അല്ല, സപ്പോർട്ട് ടി വി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. ഇപ്പം നമുക്ക് ഈ ക്രൈറ്റീരിയ ഒന്നും നോക്കുന്നില്ല. ഇപ്പം നമുക്ക് അല്ലാതെ തന്നെ സർപ്രൈസ് പോയിൻറ്റ്സ് നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്ലോലി നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ഈ സർപ്രൈസ് പോയിൻ്റ് വെച്ച് എന്താണ് നമുക്ക് യൂസ്, ഇതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സർപ്രൈസ് പോയിൻ്റ് വെച്ച് നമുക്ക് ഇതിനകത്തുള്ള ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം വരും അല്ലേ.
അപ്പോൾ അത് വരുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്ട്സൊക്കെ നമുക്ക് മേടിക്കാനുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ മാപ്കോറോ പ്രൊജക്റ്റ് വരുന്നുണ്ട്, അവിടെയും നമുക്ക് യൂസ് ആവും. അതുപോലെ തന്നെ നമുക്ക് DSAT എന്നുള്ള ടെസ്റ്റ് എഴുതാൻ വേണ്ടി നമുക്ക് നമ്മുടെ റെഫറൽ ID വെച്ച് ആരെങ്കിലും ടെസ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു, ടെസ്റ്റ് എഴുതാൻ വേണ്ടി അവർ റെഡിയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സർപ്രൈസ് പോയിൻ്റ് നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനവും നമുക്കിവിടെ ഉണ്ട്. അതായത് ഒരു 1100 സംതിങ് ആണ് നമുക്ക് അവിടെ വേണ്ടിയത്. അത്രയും കണ്ട് നമ്മുടെ ടാക്സിയുടെ ഉൾപ്പെടെയാണ് നമുക്കിവിടെ നോക്കേണ്ടത്. 1060 എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എത്രയും രൂപ നമ്മൾ ഇവിടെ 1000 rupees അവർക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടി കൊടുത്തു, ബാക്കി 60 നമുക്ക് അവിടെ ജനറേറ്റ് ആവുന്നത് ടാക്സ് ആയിട്ടാണ്. അപ്പോൾ ഇത്രയും നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾ ടെസ്റ്റ് എഴുതുകയും ചെയ്യും, ആ ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് 1000 rupees ക്യാഷ് ആയിട്ട് മേടിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. സർപ്രൈസ് പോയിൻ്റിനകത്തിൽ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് ഉപയോഗമായിട്ട് ഉള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് റോയാലിറ്റി. റോയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് സപ്പോർട്ട് TV സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് റോയാലിറ്റി പൂളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ റോയാലിറ്റി പൂളിലേക്ക് മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഇതിനകത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുക, അതായത് ടാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്കുള്ളത്. നമ്മൾ ടാസ്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 3 മാസം എല്ലാ ആഴ്ചയും 100 TV വെച്ച് നമ്മൾ എല്ലാ ആഴ്ചയും ഓരോ ആഴ്ച പോലും ഇടപെടാതെ നമ്മൾ എല്ലാ ആഴ്ചയും 3 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 മന്തിൻ്റെ എലിജിബിലിറ്റി നമുക്കിവിടെ കിട്ടും. 3 മന്തിൻ്റെ റോയാലിറ്റിയുടെ എലിജിബിളായിട്ട് നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ 6 മാസത്തെ റോയാലിറ്റി പൂളുണ്ട്, 6 മാസത്തെ റോയാലിറ്റി പൂളുണ്ട്, 12 മാസത്തെ റോയാലിറ്റി പൂളുണ്ട്. അപ്പോൾ ഇതിൽ 6 മാസത്തെ എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച പോലും വിടാതെ, ഇപ്പം ആദ്യത്തെ ആഴ്ച ചെയ്തു, രണ്ടാമത്തെ ആഴ്ച ചെയ്തു, അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും 6 മാസത്തെ എല്ലാ ആഴ്ചയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട്, അതായത് 6 4 24 24 ആഴ്ച വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, 100 TV വരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 6 മന്തിൻ്റെയും കിട്ടും, 3 മന്ത്സിൻ്റെയും റോയാലിറ്റി പൂളിൻ്റെ എലിജിബിളായിട്ട് കിട്ടും. അതുപോലെ തന്നെ 12 മന്ത്സ്, അതായത് ഒരു വർഷം നമ്മൾ ഒരു ആഴ്ച പോലും വിടാതെ എല്ലാ ആഴ്ചയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, 100 TV സെറ്റസായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി സെറ്റ് ചെയ്തേക്കുന്ന ഒരു റോയാലിറ്റി പൂളിൽ ഒരു എമൗണ്ട് ഉണ്ട്. അതിലിപ്പോൾ എത്ര പേരാണോ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും 3 മാസത്തെയും 6 മാസത്തെയും 12 മാസത്തെയും റോയാലിറ്റി പൂളിൻ്റെ എലിജിബിലിറ്റി നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കാണാം, റോയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ TV റിസർവ്ഡ് ആയിട്ട് ഇട്ടേക്കുന്നത്, എത്രയാണോ TV നമുക്കിവിടെ കാണിച്ചേക്കുന്നത്, കമ്പനി ഇവിടെ ഇപ്പം തന്നേക്കുന്നത്, അതിൻ്റെ ഡിവൈഡ് ബൈ എത്ര പേരാണോ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ 3 മാസത്തെ ആണെങ്കിൽ 3 മാസത്തിൽ ഒരാഴ്ച പോലും ഇടപെടാതെ ചെയ്യണം. ഇത് ഏതെങ്കിലും ഒരാഴ്ച വിട്ടുപോയി കഴിഞ്ഞാൽ ആദ്യം തൊട്ട് പിന്നെയും ചെയ്യണം. അങ്ങനെയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ടാസ്ക് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇതുള്ളത്. അപ്പോൾ അതിനകത്തിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു 150 പേര് റോയാലിറ്റി പോളിന് വേണ്ടി റെഡിയാണ്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 150 പേര് ഇത് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ആഴ്ച ചെയ്തു, രണ്ടാമത്തെ ആഴ്ച ചെയ്തു, മൂന്നാമത്തെ ആഴ്ച ചെയ്തു, 4-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കിന് ഒരാളെ വെച്ച് അങ്ങനെ വിട്ടു പോന്നു. അങ്ങനെ കംപ്ലീറ്റ് 3 ആഴ്ച വരെ വന്നത് 100 പേരാണ്. ബാക്കി 50 പേര് ഇടയ്ക്കൊക്കെ വെച്ച് വിട്ടുപോയി. അങ്ങനെ വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ റോയാലിറ്റി പൂൾ നമുക്ക് തന്നേക്കാൻ 10,000 ആണെന്ന് വിചാരിച്ചു. ചെറിയൊരു എമൗണ്ട് എടുത്തുന്നേ ഉള്ളൂ, കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 100 പേർക്കും കംപ്ലീറ്റ് ചെയ്ത 100 പേര്, അതായത് 3 മാസം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത 100 പേർക്ക് ഈ 10,000 രൂപ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 100 രൂപ വെച്ച് ഓരോ ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് എത്ര പേരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് എത്ര എമൗണ്ട് ആണോ കംപ്ലീറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് അതിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റോയാലിറ്റിനകത്തിൽ എത്രയാണോ ഉള്ളത്. ഇനി അടുത്ത നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള റാങ്കാണ്. നമുക്ക് റാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2 പേര് നമ്മുടെ റെഫറൽ ഇൻകം വെച്ച്, നമ്മുടെ ഡയറക്റ്റ് റെഫറൽ വെച്ച് 2 പേര് 2500 രൂപയുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റാങ്കിന് നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് നമുക്കിവിടെ
കിട്ടും. ഇൻറ്റിഗ്രേറ്ററായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 2500 രൂപയുടെ നമ്മൾ ഇൻറ്റിഗ്രേറ്ററായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പേര്, ഇപ്പം ഞാനൊരു 5 പേരെ കൊണ്ടുവന്നു, അതിൽ 2 പേരെങ്കിലും ഡയറക്റ്റായിട്ട് ഉള്ള ആൾക്കാർ, ഈ ഡയറക്റ്റായിട്ട് 5 പേരെ കൊണ്ടുവന്നെങ്കിൽ 2 പേര് മാത്രം ചെയ്തു എന്ന് വിചാരിച്ചു. 2500 വെച്ച് 2 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്കിൻ്റെ എലിജിബിലിറ്റി അവിടെ കിട്ടി. അതുപോലെ തന്നെ ഈ 2 പേര് കൊണ്ടുവന്ന ആൾക്കാർ വീണ്ടും 2 പേരെ വെച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് റാങ്കിൻ്റെ എലിജിബിലിറ്റി കിട്ടി. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ കുറച്ച് റാങ്ക്സ് ഉണ്ട്. എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് പ്രസിഡൻറ്റ് റാങ്ക് ആണ്. അതിന് വലിയൊരു ഗിഫ്റ്റാണ് കമ്പനി തരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റാങ്ക് എന്നുള്ളത്. അപ്പോൾ ഇതിന് ഓരോ റാങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും. അതിൻ്റെയൊക്കെ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ആൾക്കാർ, നമ്മുടെ ഡയറക്റ്റ് റെഫറലായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ 2 പേരെങ്കിലും കറക്റ്റായിട്ട് 2500 രൂപ വെച്ച് വർക്ക് ദാറ്റ് മീൻസ് ഇൻറ്റിഗ്രേറ്റർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് റാങ്കിൻ്റെ എലിജിബിലിറ്റി ആയി. അതുപോലെ തന്നെ ഈ 2 പേര് പിന്നെയും 2 പേരെയും കൊണ്ടുവരുവാണെങ്കിൽ അവർ എന്നിട്ട് 2 പേര് 2500 വർക്ക് ചെയ്യുവാണെങ്കിൽ, ഇൻറ്റിഗ്രേറ്റർ ഇൻകം ആയിട്ട് ചെയ്യുവാണെങ്കിൽ അവർ സെക്കൻഡ് റാങ്കിൻ്റെ എലിജിബിൾ ആവും. അങ്ങനെ മേലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻറ്റിഗ്രേറ്റേഴ്സ് ഇൻകംനകത്തിലുള്ളത്. ഇൻറ്റിഗ്രേറ്റർ ആകുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇതിനകത്തിൽ നമുക്ക് ഇത്രയും ഇൻകംസ് ആണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻകംസിനും ഓരോ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് നിലവിൽ സ്റ്റാർട്ടപ്പ് ടീമിലായതുകൊണ്ട് നമുക്ക് ഒരു ക്രൈറ്റീരിയ ഇല്ലാതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയാസ് വരുമ്പം നമുക്ക് ഓരോ വർക്ക് ഓരോന്നിൻ്റെ ക്രൈറ്റീരിയ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിച്ച ക്രൈറ്റീരിയാസൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ ഇൻകംസൊക്കെ കിട്ടുക. അപ്പോൾ ഇൻറ്റിഗ്രേറ്റർ ആകുക, നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇൻറ്റിഗ്രേറ്ററായിട്ട്, നമ്മുടെ ഇഷ്ടമാണ് ഇൻറ്റിഗ്രേറ്റർ ആയാൽ നമുക്ക് ഇത്രയൊക്കെ ഇൻകംസ് കമ്പനി തരുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ ഇൻറ്റിഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു.